ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിന്ന് എയർ ഫ്രയറിൽ ഉന്നക്കായ ഉണ്ടാക്കാൻ പോവാണ്. ഇതിനു വേണ്ടി ഒരു 3 നേന്ത്രപ്പഴം, നല്ലോണം പഴുക്കാത്ത 3 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഉന്നക്കായയുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എയർ ഫ്രയറിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന്. ഇനി ഇത് വെച്ച് കൊടുത്ത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ നേന്ത്രപ്പഴം നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഈസി അല്ലേ? ഇനി ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് 1 സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗീ ഒന്ന് മെൽറ്റായി വരുമ്പോൾ കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഞാനിവരുടെ ഒരു 8 കാഷ്യൂ കൈവച്ച് തന്നെ നല്ലോണം പൊടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കളറ് മാറി വരുമ്പോൾ കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ഇവിടെ 2 മുട്ട കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അത് ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിതാ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഫോർക്ക് വെച്ച് ഒന്ന് ഉടച്ചെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിനകത്തുള്ള സീഡ്സൊക്കെ കളയണം. അപ്പോൾ ഇതാ ഇതുപോലെ സീഡ്സൊക്കെ റിമൂവ് ആക്കണം. പിന്നെ ഞാനൊരു കുട്ടി വെച്ച് തന്നെ ഇത് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കട്ടയില്ലാതെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഞാനിവിടെ കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ടായി. അത് ഇതുപോലെ കൈക്കൊന്ന് തടവി കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് പരത്തി ഇതിൽ ഫില്ലിങ് വെച്ച് ഉന്നക്കായുടെ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ വലുതും ചെറുതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് ചെയ്തെടുക്കാം. ഞാനൊരു മീഡിയം സൈസിൽ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തി ഇതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ ആ ഫില്ലിങ് അതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിനകത്ത് വെച്ച് കൊടുത്ത് ഉന്നക്കായുടെ ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ ഇതുപോലെ ഉരുട്ടി കൊടുക്കണം. കണ്ടില്ല, നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്തതും എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. 3 നേന്ത്രപ്പഴം കൊണ്ട് 8 എണ്ണം റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫില്ലിങ് ബാലൻസ് വന്നിട്ടുണ്ട്. ഇത് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ സ്റ്റാൻഡിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റെഡിയാക്കുന്ന ടൈമിലും നമ്മൾ എണ്ണ തടവിയിട്ടാണല്ലോ റെഡിയാക്കിയത്. അപ്പോൾ ഇത് ഈ സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കാം. പലർക്കും ഇത് വരുന്ന മിസ്റ്റേക്കാണ് ഈ മാവ് കുറച്ച് ലൂസായി പോകുന്നത്. അതിനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം. ചൂടായ പാനിലേക്ക് നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനായിരിക്കണം, അതിലേക്ക് ഇട്ട് കുറച്ചൊന്ന് ചൂടാക്കിയെടുത്താൽ അപ്പോൾ വെള്ളം പോലെ ആയതൊക്കെ നല്ല ഡ്രൈ ആയി കിട്ടും. ഇനി ഇത് നേരത്തെ പോലെ തന്നെ മതിയാവും. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് വെച്ച് റെഡിയാക്കിയെടുക്കാം.
അപ്പോൾ ഇത് 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ എണ്ണ തടവി കൊടുക്കണം. ഞാനിതാ ഇതിലേക്ക് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും വെച്ച് കൊടുത്ത് ഒരു 4 മിനിറ്റ് അതിൻ്റെ ബാക്കിയുണ്ടല്ലോ, ആ 4 മിനിറ്റ് ഫിനിഷ് ആക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നല്ലോണം എണ്ണയൊന്നും ഇല്ലാത്ത പെർഫെക്റ്റ് ഉന്നക്കായാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.